ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആൻഡ് ടി വി സീരീസിൻ്റെ സീസൺ 2-ൻ്റെ അകത്തിലെ 19ാമത്തെ എപ്പിസോഡും അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 29 ആണ്. സോ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോ ലൈക്ക് നിൽക്കുക. സോ നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. സോ എപ്പിസോഡ് തുടങ്ങുന്നതിന് കാണിക്കുന്നത് മരിക്കാറായി കിടക്കുന്ന നമ്മുടെ ഇച്ചിഗോൻ്റെ അടുത്തേക്ക് ഇച്ചിഗോൻ്റെ സംബത്തുവിൻ്റെ സോൾ വരികയാണ്. തന്നെ അങ്ങേരുടെ പേര് റിവീൽ ചെയ്യുന്നുണ്ട്. അങ്ങേരുടെ പേര് സീഗട്സു എന്നാണ്. സോ സീഗട്സു വന്നോടെ തന്നെ നമ്മുടെ ഇച്ചിഗോനോട് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ സർവൈവ് ചെയ്യണോ, അതോ ഇവിടെ തന്നെ കിടന്ന് മരിക്കണോ, അതോ നിനക്ക് ഈ കളിയിൽ വിജയിക്കണോ? സോ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ വിജയിക്കണോ എന്ന് പറയുകയാണ്. പ്ലീസ് ഹെൽപ്പ് മീ എന്ന് നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്. സോ ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ സീഗട്സു ആണെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് നമ്മുടെ ഇച്ചിഗോനെ ഇന്നർ വേൾഡിലേക്ക് കൊണ്ടുപോവുകയാണ്. സോ നമ്മുടെ ഇച്ചിഗോന്റെ സ്പിരിറ്റ് ഇപ്പം ഇന്നർ വേൾഡിൽ വന്നിരിക്കുകയാണ്. ഇന്നാളി വീണതുപോലെ താര വീരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ആ ബിൽഡിങ്ങിൽ നല്ലതുപോലെ മുറുക്കി പിടിച്ച് നിൽപ്പുണ്ട്. സോ ഇത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സീഗട്സു ഇച്ചിഗോനോട് പറയുകയാണ്, ഇച്ചിഗോ അതിൽ നിന്ന് വിട്ടോ, നേരത്തെ ഉള്ളതുപോലല്ല, ഇപ്പം ഇത് നിന്റെ ഇന്നർ വേൾഡ്. സോ നീ വിചാരിക്കുന്നത് പോലെ മാത്രമേ ഈ വേൾഡിൽ സംഭവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീഗട്സു ആണെങ്കിൽ നമ്മുടെ ഇച്ചിഗോയ്ക്കാണെങ്കിൽ ഒരു സോഡ് ഇട്ട് കൊടുക്കുകയാണ്. സോ ഇത് നമ്മുടെ ഇച്ചിഗോ പിടിക്കുന്നു. എനിക്ക് വട്ടമാണോടെ, ഇങ്ങനെയൊക്കെയാണോ ഒരാളുടെ ഈ വാള് കൊടുക്കുന്നത്, എറിഞ്ഞുകൊണ്ടൊക്കെ എൻ്റെ കൈ മുറിഞ്ഞു പോയാൽ താൻ സമാധാനം പറയുമെന്ന് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അലച്ച് നമ്മുടെ സീഗട്സിനോട് ചോദിക്കുകയാണ്. സോ ഇത് കേട്ടിട്ട് നമ്മുടെ സീഗട്സ് വലുതായിട്ട് റിയാക്ട് ഒന്നും ചെയ്യുന്നില്ല. ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് നമ്മുടെ വൈറ്റ് ഇച്ചിഗോ വരുന്നത്. സോ ഇത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ ഒന്ന് ചെറുതായിട്ട് ഞെട്ടുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇന്നർ വേൾഡിൽ തന്നെ എൻ്റേതുപോലത്തെ വേറൊരു സ്പിരിറ്റോ ഇതെങ്ങനെ സാധ്യമാകും? നമ്മുടെ സീഗട്സ് പറയുകയാണ്, നീ ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കണമെന്ന്. സോ നമ്മുടെ വൈറ്റ് ഇച്ചിഗോ ആണെങ്കിൽ ഓടിപ്പോയിട്ട് നമ്മുടെ ഇച്ചിഗോനെ അവൻ്റെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് അങ്ങ് അടിക്കുകയാണ്. നമ്മുടെ ഇച്ചിഗോൻ്റെ കയ്യിൽ ഇപ്പം നോർമൽ സോഡേ ഉള്ളൂ, ഇച്ചിഗോൻ്റെ സമ്പത്തു ഇപ്പം വൈറ്റ് ഇച്ചിഗോൻ്റെ കയ്യിലാണ്. സോ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ വളരെയധികം ഞെട്ടി നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇച്ചിഗോൻ്റെ തന്നെ ഒരു കോപ്പി തന്നെയാണ് നമ്മുടെ വൈറ്റ് ഇച്ചിഗോ. സോ നമ്മുടെ ഇച്ചിഗോൻ്റെ സെയിം പവർ തന്നെയാണ് നമ്മുടെ വൈറ്റ് ഇച്ചിഗോയ്ക്കുള്ളത്. സോ ഇതേ സമയം തന്നെ നമ്മുടെ വൈറ്റ് ഇച്ചിഗോ ആണെങ്കിൽ പത്തു കറക്കി വീശിയാണെങ്കിൽ നമ്മുടെ ഇച്ചിഗോൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. സോ നമ്മുടെ ഇച്ചിഗോ മനസ്സിൽ വിചാരിക്കുകയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ മനസ്സിൽ വിചാരിക്കുകയാണ്, അവൻ എൻ്റെ അത്രയും തന്നെ പവർഫുൾ ആണ്. അതുമാത്രമല്ല അവൻ്റെ ഈ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള സമ്പത്ത് കൊണ്ട് ഞാൻ എങ്ങനെ ഇവനെ തോൽപ്പിക്കും എന്ന് നമ്മുടെ ഇച്ചിഗോ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇതേ സമയം തന്നെ ഇച്ചിഗോ മനസ്സിൽ വിചാരിക്കുകയാണ്, അവൻ്റെ റിയൽ അല്ല, അവൻ എൻ്റെ ഒരു ഫേക്ക് മാത്രമാണെന്ന്. സോ ആ സമ്പത്തുവിൻ്റെ അറ്റാക്ക് ആണെങ്കിൽ നമ്മുടെ ഇച്ചിഗോ അങ്ങ് ഡോഡ്ജ് ചെയ്യുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ഇച്ചിഗോൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള സമ്പത്തു ഇച്ചിഗോൻ്റെ നേരെ വരുന്നു. സോ നമ്മുടെ ഇച്ചിഗോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം അതുപോക്ക് പവർഫുൾ ആയിട്ടുള്ളൊരു സമ്പത്തുമാണത്. അവൻ്റെ കയ്യിലിരിക്കുന്ന ആ നോർമൽ സോഡ് വെച്ച് അവനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ അവിടെ ഒന്നും ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരവാ, ഞാൻ അവിടെ ഒന്നും ചെയ്യാതിരുന്നാൽ ഞാൻ ഉറപ്പായിട്ടും മരിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് ചിലപ്പോൾ ജീവിക്കാനെങ്കിലും സാധിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ആ സമ്പത്തുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കിയാണ്. സമയത്ത് തന്നെ നമ്മുടെ വൈറ്റ് ഇച്ചിഗോ ആണെങ്കിൽ ആകാശത്ത് നിന്ന് ചാടിയിട്ട് നമ്മുടെ റിയൽ ഇച്ചിഗോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ അവൻ്റെ നോർമൽ സോഡ് വെച്ച് തടയും. അതേ സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോന്റെ കയ്യിലേക്ക് അവൻ്റെ സമ്പത്ത് വരികയും വൈറ്റ് ഇച്ചിഗോന്റെ അടുത്തേക്ക് ആ നോർമൽ സോഡ് വരികയും ചെയ്തു. സോ ഇത് കണ്ടിട്ട് നമ്മുടെ വൈറ്റ് ഇച്ചിഗോ എന്ന് ചെറുതായിട്ട് വെട്ടുന്നുണ്ട്. സോ നമ്മുടെ വൈറ്റ് ഇച്ചിഗോ ആണെങ്കിൽ സീഗട്സിനോട് ചോദിക്കുകയാണ്, നീ നല്ല രീതിയിൽ തന്നെ അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ ഉറപ്പായിട്ടും അവൻ നല്ല രീതിയിൽ തന്നെ പവർഫുൾ ആകും, ഈ വേൾഡിലെ കിങ് ആണ് അവൻ. സോ ഈസി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വൈറ്റ് ഇച്ചിഗോനെ ആണെങ്കിൽ സീഗട്സു വലിച്ചെടുക്കുകയാണ്. സോ ഈസ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സോൾ സൊസൈറ്റി. സോ അങ്ങനെ നമ്മുടെ ഇച്ചിഗോനെ ഡിഫീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സെനാക്കി അവിടെ നിന്ന് നടന്നു പോവുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇച്ചിഗോന്റെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ നമ്മുടെ സെനാക്കിക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതെങ്ങനെ സാധ്യമാകും, അതെങ്ങനെ ശരിയാകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം കണ്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ സെനാക്കി. പെട്ടെന്ന് തന്നെയായിരുന്നു നമ്മുടെ ഇച്ചിഗോ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സെനാക്കി ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും ഇത് വളരെയധികം ഫണ്ണായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെനാക്കി അവിടെ കിടന്ന് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ നമ്മുടെ സെനാക്കിക്ക് ഒരുപാടധികം സന്തോഷത്തിലാണ്, കാരണം ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ആളുമായിട്ട് ഫൈറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെയായിരുന്നു നമ്മുടെ സെനാക്കി ഓടി വന്നിട്ട് നമ്മുടെ ഇച്ചിഗോനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവൻ്റെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് അത് തടഞ്ഞിട്ട് നമ്മുടെ സെനാക്കിയുടെ കൈയുടെ ഒരു സൈഡ് അങ്ങ് വെട്ടി മുറിച്ച് കളയുകയാണ്. സോ അങ്ങനെ നമ്മുടെ ഇച്ചിഗോയ്ക്കാണെങ്കിൽ ഇപ്പൊ സെനാക്കിയുമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സെനാക്കി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൻ നേരത്തേനെക്കാട്ടിൽ ഒരുപാടധികം പവർഫുൾ ആയിട്ടുണ്ട്, ഇതെങ്ങനെ സാധ്യമാകുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെനാക്കി ആണെങ്കിൽ ഇച്ചിഗോനെ ആക്രമിക്കാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അത് വളരെയധികം സിമ്പിളായിട്ട് തന്നെ തടയുകയാണ്. സോ എന്നിട്ട് നമ്മുടെ സെനാക്കി ആണെങ്കിൽ ഇച്ചിഗോനോട് പറയുന്നു, ഞാൻ എൻ്റെ ഫൈറ്റിൽ എത്രയധികം ഫണ്ണിലായിരിക്കുമോ അത്രയധികം എനിക്ക് പവർ കിട്ടുമെന്ന് നമ്മുടെ സെനാക്കി അവിടെ കിടന്ന് കാറി പറയുകയാണ്. അതേ സമയത്ത് തന്നെ എന്തോ ഒരു വലിയ പ്രകാശം തന്നെ അവിടെ സൃഷ്ടിക്കുന്നു. ആകാശത്തിൽ നിന്ന് ലൈറ്റിംഗ് പോലത്തെ എന്തോ ഒരു സാധനം നമ്മുടെ സെനാക്കിയുടെ നേരിൽ ഏൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ബിൽഡിങ്ങിനെ മണ്ടയ്ക്ക് കയറിയിരുന്ന ഈ ഫൈറ്റ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന യാച്ചിറോനെയാണ്. സ്ക്വാഡ് 2 ഒരു മെമ്പർ അങ്ങോട്ട് വരുന്നു. ക്യാപ്റ്റൻസിനെയൊക്കെ മീറ്റിങ്ങിന് വേണ്ടി വിളിക്കാൻ വേണ്ടിയാണ് അവൻ വന്നത്. ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ യാച്ചിയോ പറയുകയാണ്,
എൻ്റെ ക്യാപ്റ്റൻ വളരെയധികം ഫണ്ണായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കയറിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. സോ ഇത് കണ്ടിട്ട് സ്ക്വാഡ് 2 മെമ്പർ ഒന്ന് ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നത് നമ്മുടെ സെറാക്കി ഒരുപാടധികം പവർഫുൾ ആയതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുന്ന നമ്മുടെ ഇച്ചിഗോനെയാണ് മനസ്സിലാക്കിയത്. നമ്മുടെ സെനാക്കി ആണെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം ഇച്ചിഗോനെ കാണിക്കുകയാണ്. കയ്യിലിരിക്കുന്ന ഐപാച്ച് ആണെങ്കിൽ ഇതൊരു തരത്തിലുള്ള ഒരു ക്രീച്ചറാണ്. സോ ഈ സാധനം എന്റെ സ്പിരിറ്റ്സ് പ്രഷർ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെയല്ല എനിക്ക് ഒരുപാടധികം സ്പിരിച്വൽ എനർജീസ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഞാൻ എന്റെ ഫുൾ സ്പിരിച്വൽ എനർജീസ് ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ സെറാക്കി ആണെങ്കിൽ എത്രയധികം പവർഫുൾ ആണെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്നത് നമ്മുടെ ഇച്ചിഗോനെയാണ് പിന്നീട് കാണിക്കുന്നത്. അതേ സമയത്ത് തന്നെ നമ്മുടെ സെറാക്കി ആണെങ്കിൽ അവന്റെ സമ്പത്ത് പുറത്തെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വാളാണെങ്കിൽ കേക്ക് സ്ലൈസ് ചെയ്യുന്നത് പോലെ തന്നെ വളരെയധികം സിമ്പിൾ ആയിട്ട് തന്നെ സ്ലൈസ് ചെയ്യുകയാണ്. ഇത് കണ്ടുകൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആകുകയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ട് സീഗഡ്സ് വരികയാണ്. കാര്യം ചിന്തിച്ചോ, നീ ഒറ്റയ്ക്കല്ല ഫൈറ്റ് ചെയ്യുന്നത്, ഞാനും നിന്റെ കൂടെ ഉണ്ടെന്ന് നമ്മുടെ സീഗഡ്സ് പറയുന്നത് തന്നെ. നമ്മുടെ സീഗഡ്സും ആണെങ്കിൽ ഇച്ചിഗോനോട് പറയുകയാണ്. സെനാക്കി ആണെങ്കിൽ അവന്റെ സമ്പത്തുവിന്റെ പവർ ഇതുവരെ ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല. അവന്റെ സമ്പത്തും തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ല. അവൻ ഫോഴ്സ്ഫുള്ളിയാണ് അവന്റെ സമ്പത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെനാക്കിക്ക് ഒരിക്കലും അവന്റെ ഫുൾ പവർ പുറത്തെടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കേട്ടാ നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്. ഓ ശരി, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നീയും ഞാനും തമ്മിൽ ഒരുപാടധികം കണക്ഷൻ അല്ലേ, അതുകൊണ്ട് തന്നെ നീ എന്നെ സഹായിക്കണമെന്ന് നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്. സോ അങ്ങനെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ ഫുൾ സ്പിരിച്വൽ എനർജീസും അവിടെ വെച്ച് തന്നെ അങ്ങ് റിലീസ് ആക്കുകയാണ്. അവർ രണ്ടുപേരും അവരുടെ ഫുൾ പവർ എടുത്തിട്ട് അവർ തമ്മിൽ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നാൽ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ നമ്മുടെ സെറാക്കിനെ അങ്ങ് വെട്ടുകയാണ് അവന്റെ സൺബത്ത് ഉപയോഗിച്ച്. അതുപോലെ തന്നെ നമ്മുടെ സെറാക്കി ആണെങ്കിൽ നമ്മുടെ ഇച്ചിഗോനെ കുത്തുകയാണ് അവന്റെ സൺബത്ത് യൂസ് ചെയ്തിട്ട്. തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവിടെ തറയിൽ വീഴുകയാണ്. സോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സെറാക്കിനെ കാണിച്ചുകൊണ്ടാണ് ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 2 അതിലെ 18ാമത്തെ എപ്പിസോഡും അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 38 അവസാനിക്കുന്നത്. സോ ഗൈസ്, സംഭവം എന്ന് വെച്ചാൽ എൻ്റെ വൈഫൈ ആണെങ്കിൽ ഫുള്ള് സീനായിട്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഞാനിത് പിന്നാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. സംഭവം എന്ന് വെച്ചാൽ എന്തോ ഒരു വിഷയമാണ് ഇതിന് വൈഫൈക്ക്. സോ അതവർ ഫിക്സ് ചെയ്യാൻ വേണ്ടി വരണം. സോ അതുവരെ എനിക്ക് 5-6 വീഡിയോസൊക്കെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. എന്നെക്കൊണ്ട് പറ്റിയ രീതിയിൽ തന്നെ മാക്സിമം ഞാൻ ശ്രമിക്കാം. മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തായിരിക്കും ഞാൻ ഇനി തൊട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ അത് മാത്രമല്ല, എനിക്ക് സംസാരിക്കാൻ പോലും വയ്യ, എനിക്ക് ഭയങ്കര പനിയാണ്. അതും വെച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ നെറ്റിൻ്റെ പ്രോബ്ലവും വന്നു. സോ എന്തൊക്കെയാണ് ഞാൻ ശ്രമിക്കാവുന്നതായിരിക്കും. ഒരു ദിവസം 2 വീഡിയോകൾ ഇടാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ ഈ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റ ബൈ.